അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ്. മനോഹരേട്ടാ, എത്ര രൂപ കിട്ടാനുണ്ട്? എനിക്കിപ്പോൾ 54,000 രൂപ കിട്ടാനുണ്ട്. ഇനി ബെന്നിച്ചേട്ടൻ എത്ര രൂപ കിട്ടാൻ? എനിക്ക് 1,00,000 ചില്ലാൻ രൂപ കിട്ടുന്നുണ്ട്. 1,00,000. ഈ ഇറച്ചി വാങ്ങിയൊക്കെ? ഇറച്ചി കോഴി മേടിക്കലുണ്ട്, ബീഫ് മേടിക്കലുണ്ട്, നാടൻ കോഴി, താറാവ് മുട്ട, അവർ പറയുന്ന എല്ലാ സാധനങ്ങളും കൃത്യസമയം. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ജോജു ജോർജ് നായകനായി ലിജോ മോൾ ജോസ് പ്രധാന വേഷത്തിലെത്തുന്ന മനു ആന്റണി സംവിധാനം ചെയ്ത അജസുന്ദരി എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയുടെ ചിത്രീകരണം നടന്നത് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ വിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2024 വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടലിന് സമാനമായിട്ടുള്ള പ്രകൃതി ദുരന്തം സംഭവിച്ച ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വ്യാപാര മേഖല ആകപ്പാടെ താറുമാറായി കിടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ വ്യാപാര വ്യവസായ ഏകോപന സമിതി പോലുള്ള സംഘടനകളുടെ സഹായത്തോടെയാണ് അവിടെയുള്ള വ്യാപാരികൾ വീണ്ടും പഴയ ഒരു ട്രാക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ജോജു ജോർജ് നായകനായി ലിജോ മോൾ ജോസ് പ്രധാന വേഷത്തിലെത്തുന്ന മനു ആന്റണി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ആഷിക് കപൂറാണ്. ഈ ഒരു സിനിമാ സംഘം അവിടേക്ക് എത്തുന്നത് ഇവരുടെ ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഈ സ്ഥലത്തെ ലോക്കൽ വ്യാപാരികളിൽ നിന്ന് സാധനങ്ങൾ ഇവർ പർച്ചേസ് ചെയ്തു. സിനിമയുടെ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളും നിലവിൽ കഴിഞ്ഞ് സംഘം അവിടെ നിന്നും തിരിച്ചു പോകുന്നിട്ടുണ്ട്. നാളിതുവരെയായിട്ട് ഇതുവരെ പർച്ചേസ് ചെയ്ത സാധനങ്ങളുടെ ഒന്നും തുക ഈ പറയുന്ന സിനിമാ സംഘം വ്യാപാരികൾക്ക് നൽകിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്ന വിവാദം എന്ന് പറയുന്നത് ലക്ഷങ്ങളാണ് ആളുകൾ കൊടുക്കാനുള്ളത്. അതിൽ പലരും ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, അതേപോലെ തന്നെ കിഡ്നി പേഷ്യൻസ് ഉണ്ട്. അങ്ങനെ നിരവധി രോഗികളായിട്ടുള്ള വ്യാപാരികളുടെ നിന്നാണ് ഇവർ സാധനങ്ങൾ വാങ്ങിയതും പണം നൽകാതെ വഞ്ചിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വാർത്ത നമുക്കൊന്ന് കണ്ടു. അരുൺ, ഗുഡ് മോർണിംഗ്. ആദ്യം ഈ വിലങ്ങാട് ടൗണിനെ കുറിച്ച് പറയാം. ഒരു മലയോര ഗ്രാമമാണ്. 2024 വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടാകുന്ന അതേ സമയത്ത് ഉരുൾപൊട്ടലുണ്ടായ ഒരു നാടാണ് വിലങ്ങാട്. ഈ നാടിന്റെ മുഖച്ഛായ തന്നെ മാറി. പലർക്കും അവരുടെ കൃഷിസ്ഥലങ്ങൾ നശിച്ചുപോയി, അവരുടെ കടകൾ നശിച്ചു, വീടുകൾ നശിച്ചു, ഇവിടെയുള്ള റോഡുകളൊക്കെ തന്നെ നശിച്ചു. അങ്ങനെ അവരിങ്ങനെ അതിജീവനത്തിന്റെ പാതയിലാണ് അരുൺകുമാർ. അതിനിടയിലാണ് ഏതാണ്ട് ഒരു 5 മാസം മുൻപ് ഈ നാട്ടിലേക്ക് സിനിമാ ഷൂട്ടിങ്ങിനായി, അജസുന്ദരി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി ഒരു സംഘം ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ എത്തുന്നത്. നാട്ടുകാരെ സംബന്ധിച്ച് വലിയ കൗതുകമാണ്. അവര് ആദ്യമായാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കാണുന്നത്. അങ്ങനെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു. പ്രമുഖർ തന്നെയാണ്, അതായത് മനു ആന്റണിയാണ് ഈ സിനിമയുടെ സംവിധായകൻ, ജോജു ജോർജാണ് ഇതിലെ പ്രധാന താരം, ഒപ്പം തന്നെ ആഷിക് കപൂറിന്റെ പ്രൊഡക്ഷനിൽ ഒരുങ്ങുന്ന ഒരു സിനിമ കൂടിയാണ്. അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഏതാണ്ട് 5 മാസം മുൻപ് ഇവിടെ ആരംഭിക്കുന്നു. അങ്ങനെ ഈ താരങ്ങളൊക്കെ ഇവിടേക്ക് എത്തുന്നു. ആ സമയത്താണ് ഇവിടെയുള്ള കടകളിൽ നിന്ന് ഈ സിനിമയുടെ ആവശ്യത്തിനായി ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചി വാങ്ങുന്നു, അങ്ങനെ പച്ചക്കറി വാങ്ങുന്നു. ഇതാണ് സംഭവം. 5 മാസങ്ങൾക്ക് മുൻപാണ് ഈ സിനിമയുടെ ചിത്രീകരണം നടന്നത്. ഈ സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന സമയത്ത് ഈ ഒരു പ്രദേശത്തേക്ക് ഇവർ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എത്തുകയും അവിടെയുള്ള വ്യാപാരികളിൽ നിന്ന് ഇറച്ചി, മീന്, മുട്ട, പച്ചക്കറി തുടങ്ങിയ സർവ്വ സാധനങ്ങൾ ഇവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഇത്തരത്തിലൊരു സിനിമാ ക്രൂ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ലക്ഷങ്ങളുടെ ബിസിനസ്സാണ് അവിടെ നടക്കുന്നത്. അന്നേരം ഇവരോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്തും ആരാധനയുടെ പുറത്തുമായിരിക്കും ഇവിടെയുള്ള വ്യാപാരികൾ എല്ലാവരും തന്നെ ഈ സാധനങ്ങൾ വിറ്റൊഴിച്ചിട്ടുണ്ടായിരിക്കുക. കൃത്യമായിട്ട് തങ്ങൾക്ക് പൈസ കിട്ടും. അല്ലാതെ ഒരു അപരിചിതൻ, ഇപ്പം ഞാൻ ചെന്ന് ചിലടത്ത് നിന്ന് 3 ലക്ഷം രൂപ സാധനം മേടിച്ചു കഴിഞ്ഞാൽ എന്നെ ഒരു പരിചയമില്ലാത്തവനാണെങ്കിൽ ആ സാധനം തരൂ ഇല്ലല്ലോ. അപ്പോൾ ഈ സിനിമാക്കാരാണ് ഒരിക്കലും വഞ്ചിക്കില്ല, അവരുടെ ക്യാഷ് ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇവർ ആ സാധനം കൊടുത്തിരിക്കുന്നത്. ഇറച്ചി, മീന്, മുട്ട, അങ്ങനെ സകല സാധനങ്ങൾ ഇവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞ് ഇവർ അവിടുന്ന് തിരിച്ചു പോകുന്നിട്ട് മാസങ്ങളായി. ഇതുവരെ ഈ വ്യാപാരികൾക്ക് അവരുടെ നിന്ന് വാങ്ങിയ സാധനങ്ങൾക്കുള്ള പ്രതിഫലം അല്ലെങ്കിൽ ആ പണം അവർ നൽകിയിട്ടില്ല. ഇതേ തുടർന്ന് പലരുടെയും ജീവിതം പ്രതിസന്ധിയിലായിരിക്കണം. നമുക്കറിയാം, 2024 വയനാട്ടിലുണ്ടായ ദുരന്തത്തിന് സമാനമായിട്ടുള്ള ദുരന്തമാണ് ഈ മേഖലയിലും ബാധിച്ചത്. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് എന്നിട്ട് ഒരു ഷൂട്ടിങ് നടത്തുന്നു. അതിന് ഭക്ഷണത്തിൻ്റെ മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് അവിടെയുള്ള വ്യാപാരികളിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നു. ഒന്നാമതെ തകർച്ചയിൽ നിന്നും പതിയെ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കുറേയധികം മനുഷ്യജന്മങ്ങൾ അവർ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയായിരിക്കും ഇത്രയും വലിയ ബിസിനസ് വന്നപ്പോഴത്തേക്ക് തങ്ങളുടെ സാധനങ്ങൾ ഇവർ വിറ്റൊഴിച്ചത്. അതിൻ്റെ പണം അത് അവർക്ക് അർഹതപ്പെട്ട ആ പണം നൽകാണ്ട് നാളിതുവരെയായിട്ട് ഈ സിനിമയുടെ ക്രൂവിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാലും ബാക്കി കൂടെ ഒന്ന് കാണാം. വാങ്ങുന്നു, അങ്ങനെ പല വ്യഞ്ജനങ്ങൾ വാങ്ങുന്നു, അങ്ങനെ വലിയ അളവിൽ ഈ കടകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. മറ്റൊരു കാര്യം അരുൺകുമാർ, ഈ കടകളൊക്കെ തന്നെ പലരും ഈ ഉരുൾപൊട്ടലിനൊക്കെ അതിജീവിച്ച് വ്യാപാരി സമിതിയുടെയൊക്കെ സഹായത്തോടു കൂടിയൊക്കെ ഉണ്ടാക്കിയെടുത്ത കടകളാണ്. പലരുടെയും സഹായം കൊണ്ടൊക്കെ അവർ ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരൊക്കെയാണ്. അതിൽ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ രോഗികളുണ്ട്. അങ്ങനെ അവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു. പക്ഷേ
ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് അവർ മടങ്ങിയിട്ട് മാസങ്ങളായിട്ടും ഇതുവരെ അവർക്ക് ഈ പണം തിരികെ കൊടുത്തില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. 1-2 രൂപയൊന്നും അല്ല, പലർക്കും ലക്ഷങ്ങളാണ് ലഭിക്കാനുള്ളത്. 1.5 ലക്ഷം രൂപയൊക്കെ ലഭിക്കാനുള്ളവരുണ്ട്. നമുക്ക് അതിൽ 1.5 ലക്ഷം രൂപ ലഭിക്കാനുള്ള ബെന്നിച്ചേട്ടൻ ഒരു കിഡ്നി പേഷ്യൻ്റ് ആണ്. അപ്പം മനോജേട്ടൻ്റെ കടയിൽ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. മനോജേട്ടനും ലഭിക്കാനുണ്ട്. അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ്. മനോജേട്ടൻ എത്ര രൂപ കിട്ടാനുണ്ട്? എനിക്കിപ്പോൾ 54,000 രൂപ കിട്ടാനുണ്ട് ഇനി. ബെന്നിച്ചേട്ടൻ എത്ര രൂപ കിട്ടാൻ? എനിക്ക് 1,00,000 ചില്ലാൻ രൂപ കിട്ടുന്നുണ്ട്. 1 ലക്ഷത്തിൽ. ഈ ഇറച്ചി വാങ്ങിയൊക്കെ? ഇറച്ചി കോഴി മേടിക്കലുണ്ട്, ബീഫ് മേടിക്കലുണ്ട്, നാടൻ കോഴി, താറാവ് മുട്ട, അവർ പറയുന്ന എല്ലാ സാധനങ്ങളും കൃത്യസമയം. അതായത് ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകളുണ്ട്, അതേപോലെ തന്നെ കിഡ്നി പേഷ്യൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇവരുടെ എല്ലാം ഉപജീവന മാർഗം എന്ന് പറയുന്നത് ആ വ്യാപാര സ്ഥാപനമാണ്. അവിടെ നിന്നും സാധനങ്ങൾ വാങ്ങിയതിന്റെ പ്രതിഫലം നൽകുന്നില്ല. ഇവർക്ക് കിട്ടാനുള്ള പണം കിട്ടിയിട്ട് വേണം ഇവരുടെ ട്രീറ്റ്മെന്റ്, അതേപോലെ തന്നെ ഇവരുടെ ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം റൺ ചെയ്യാണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇത്തരത്തിലുള്ള സാധാരണക്കാരെ പറ്റിച്ചുകൊണ്ടാണ് ഒരു സിനിമാ സംഘം അവിടെ നിന്ന് കടന്നതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട ആഷിക് കപൂറിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതും റിപ്പോർട്ടർ ടിവിക്ക് തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. ആഷിക് കപൂർ നമസ്കാരം. ഈ നമ്മുടെ അജസുന്ദരി സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ വിലങ്ങാട് കുറച്ച് കടക്കാർക്ക് പൈസ കൊടുക്കാനുണ്ട്. അതിൽ ചില ആൾക്കാരൊക്കെ ക്യാൻസർ പേഷ്യൻസും കൂടെ. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? നേരിട്ട് കൊടുക്കാനുള്ള പണമല്ല, നമ്മൾ സാധാരണയായിട്ട് ഈ സിനിമകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് കരാറുകാർക്ക് കൊടുക്കുകയാണ് പതിവ്. അത് പെർ പ്ലേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും. അപ്പൊ അങ്ങനെ കരാറുകാരനാണ് ആ പണം കൊടുക്കാനുള്ളത്. നമ്മൾ 2 മാസമായിട്ട് ഈ കരാറുകാരന്റെ പുറകെയാണ്, അദ്ദേഹത്തെ കണ്ടു കിട്ടുന്നില്ല. അപ്പൊ അത് പരിഹരിക്കാനുള്ള സംഗതി നോക്കിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ കൊടുത്ത പണമാണ്. 2 മാസമായി അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. ഇതില് ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഇതിനകത്ത് 1-2 കടക്കാര് ക്യാൻസർ പേഷ്യൻസും കൂടെ. ഇതിനകത്ത് ആഷിക് കപൂർ പറയുന്നത് ആ കരാറുകാരനാണ് പൈസ കൊടുക്കുന്നത്, കരാറുകാരന്റെ എമൗണ്ട് അല്ല ഇവർ സെറ്റിൽ ചെയ്തതാണ്, അദ്ദേഹം പൈസ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ പണം ഇവർക്ക് ബ്ലോക്ക് ചെയ്തുകൂടുക? അല്ലെങ്കിൽ അങ്ങനെ തങ്ങളെയും ഈ വ്യാപാരികളെയും വഞ്ചിച്ച ആൾക്കെതിരെ ഇവർ കേസ് കൊടുത്തിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. നാളെ ഇത്രയും ആയിട്ട് ഈ ഒരു വ്യക്തിനെ കണ്ടെത്താണ്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾ നാളെയും ഈ സിനിമാ ഫീൽഡിലാണ് ഈ കരാറെടുത്ത് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതാണെങ്കിൽ എത്ര ആളുകൾ വഞ്ചിക്കപ്പെടും. അങ്ങനെയുള്ളപ്പോൾ ഇവരുടെ പ്രൊഡ്യൂസർ അസോസിയേഷനും മറ്റും ആൾക്കാരും കൂടി ആലോചിച്ചുകൊണ്ട് ആ ഒരു കരാറുകാരനെ ബാൻ ചെയ്യാനുള്ള നടപടിയും മറ്റു കാര്യങ്ങളും സ്വീകരിക്കണം. അതേപോലെ ഈ പാവപ്പെട്ട ആളുകളുടെ ക്യാഷ് തിരികെ കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം. ആ കരാറുകാരനെ കണ്ടെത്തിയില്ലെങ്കിൽ സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ആഷിക് കപൂറിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം. കാരണം ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളത്തില്ലാത്ത ഒരു വ്യക്തിക്ക് ഈ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ വർക്കിൻ്റെ കരാറുകൾ നൽകിയത് താങ്കളാണ്. അങ്ങനെയുള്ളപ്പോൾ താങ്കൾക്ക് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി കൂടി നമുക്ക് കേൾക്കാം. നമുക്കറിയാം, ഞാൻ ഇന്നലെയാണ് ഇതിന്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലായത്. അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് പരിഹരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പറ്റുമെങ്കിൽ അവർക്ക് പൈസ ഉടനെ കൊടുക്കാൻ പറ്റുമായിരിക്കുമല്ലേ നമുക്ക്? പിന്നെ അത് കൊടുക്കണമല്ലോ, അത് ന്യായമായിട്ടുള്ള കാര്യമല്ലേ. അത് നമുക്ക് ആ നാട്ടുകാർ ഒരുപാട് സഹായങ്ങൾ ചെയ്തു എന്ന് തന്നിട്ടുള്ള ആളുകളാണ്. ആ നാട്ടുകാർ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ആളുകളാണ്. അത് ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ആ കരാറുകാരന്റെ കയ്യിൽ ഈ പണമുണ്ട്. ആ പണം അത് അയാളെ കൊടുക്കാത്തതാണ്. സാധാരണയായിട്ട് അങ്ങനെയാണ് നമ്മൾ ഭക്ഷണത്തിനൊക്കെ കരാറുകളാണ് ഏൽപ്പിക്കാറുള്ളത്. അപ്പൊ അതിൽ പറ്റിയ ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ ഇയാളെ കണ്ടു കിട്ടുന്നില്ല. അപ്പോ ഇന്നലെ നമ്മളൊരു പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. അത് ഉടനടി പരിഹരിക്കും. അപ്പൊ ഇതാണ് ആഷിക് കപൂറിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം. അതായത് ഇതിനകത്ത് ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു വ്യക്തിനെ കരാർ ഏൽപ്പിക്കുമ്പോൾ അയാളുടെ ജെന്യൂനിറ്റി അത് പരിശോധിക്കുന്ന ഉത്തരവാദിത്വം ആ സിനിമയുടെ ഓൾ പ്രൊഡക്ഷൻ കൺട്രോളിനും അതാണ് പ്രൊഡ്യൂസർ എന്ന നിലയിൽ താങ്കൾക്കുമാണ്. അങ്ങനെ ഇപ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു വ്യക്തിയെ ഇത്തരത്തിലുള്ള ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനെ കരാർ ഏൽപ്പിക്കുക, ആ വ്യക്തി നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുക, അതിൻ്റെ ചീത്തപ്പേര് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ സിനിമയ്ക്കും. എന്നാലും എനിക്ക് പറയാനുള്ള, ഈ കരാറുകാരനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ നിന്ന് പൈസ മേടിച്ച് കൊടുക്കാണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പണം ഈ നാട്ടുകാർക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാമല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇടപെട്ടുകൊണ്ട് ഈ കരാറുകാരനെ എന്നേക്കുമായിട്ട് സിനിമയിൽ നിന്ന് ബാൻ ചെയ്യാമല്ലോ. എന്തായാലും ആവശ്യത്തിനും അനാവശ്യത്തിനും നിങ്ങൾ ഓരോരുത്തരെ ബാൻ ചെയ്തും ബാൻ പിൻവലിച്ചും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ ഒരാൾ വ്യക്തിനെ, ഇത്തരത്തിൽ ഫ്രോഡ് പരിപാടി കാണിക്കുന്ന ഒരു വ്യക്തിനെ ബാൻ ചെയ്യാമല്ലോ എന്നേക്കുമായിട്ട്. അയാൾക്ക് ഈ ഒരു സിനിമയുടെ ക്യാഷ് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ ആ വ്യക്തിനെ അങ്ങ് ബാൻ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നിങ്ങൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി സ്വാഭാവികമായിട്ട് ആ പൈസ കൊണ്ട് നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്ത് സെറ്റിലാക്കാനുള്ള നടപടിയും സ്വീകരിക്കും. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ എന്തായാലും ശരി, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, ബൈ.